ഏകസത്യ ദൈവമായി യഹോവ എന്ന നാമമുള്ള നമ്മുടെ സ്വർഗീയ പിതാവാം ദൈവത്തിൻ്റെ നാമത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തെങ്കിൽ നിന്നും നമ്മുടെ ആശ്വാസപ്രദനും സഹായകനും വഴികാട്ടിയുമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നാമത്തെങ്കിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കൃപയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരനായിരിക്കുന്ന മുഹമ്മദ് ഈസ ചോദിച്ച ചോദ്യങ്ങൾക്ക് നാം മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി നൽകിക്കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഞാൻ പിന്നീട് മറുപടി പറയുന്നതായിരിക്കും. എന്നാൽ ഈ എപ്പിസോഡിൽ മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. അതായത് പൗലൂസ് അപ്പോസ്തലൻ്റെ പിന്മാറ്റം എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഈസ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കേട്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ പ്രധാനമേറിയ 3 കാര്യങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ പിന്മാറ്റം എന്ന വിഷയം അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ 3 ലക്ഷ്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അടക്കം, പുനരുത്ഥാനം, അതിലൂടെ സ്വർഗീയ പിതാവാം ദൈവം ലഭ്യമാക്കിയ പാപമോചനം, നീതീകരണം, ദൈവനീതി, വിശുദ്ധീകരണം, നിത്യജീവൻ, ഇവയെ നിഷേധിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, യെരുശലേമിലെ ദൈവസഭ, അദ്ദേഹം അങ്ങനെ പേരിട്ടു ക്രിസ്തുസഭ. യേശുവിൻ്റെ മരണത്തിന് ശേഷവും അവർ ന്യായപ്രമാണം അനുസരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറയുന്നത് പാപമോചനത്തിനു വേണ്ടി അവർ ന്യായപ്രമാണം തുടർന്നു പോകുന്നു. എന്നാൽ അന്ത്യോക്യയിലെ സഭ, അതായത് പൗലൂസിൻ്റെ ഉപദേശം സ്വീകരിച്ച അന്ത്യോക്യയിലെ സഭ, ആ സഭയ്ക്ക് അദ്ദേഹം പേരിട്ടു ക്രൈസ്തവ സഭ. അവർ ഈ ഉപദേശങ്ങളെ ത്യജിച്ചു, ന്യായപ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞു, പൗലൂസിൻ്റെ ഉപദേശം സ്വീകരിച്ചു എന്നാണ്. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട പോയിന്റും കൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ഇന്നും ന്യായപ്രമാണം പിന്തുടരുന്നു. ന്യായപ്രമാണത്തിലെ സകല ആചാരങ്ങളും യാഗങ്ങളും വഴിപാടുകളും പുരോഹിതന്മാരും ഇന്നും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ തെളിയിക്കാനാണ് പൗലൂസിൻ്റെ പിന്മാറ്റം എന്ന പേരിൽ അദ്ദേഹം നമ്മോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഈ വാദങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം വളരെ പ്രധാനമായ 3 പോയിന്റുകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത്, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ 12 അപ്പോസ്തലന്മാരിൽ ആരും തന്നെ സുവിശേഷങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെയോ പൗലൂസിൻ്റെ ഉപദേശം സ്വീകരിച്ച ക്രിസ്ത്യാനികൾ കാലങ്ങൾക്ക് ശേഷം മത്തായിയുടെയും മർക്കോസിൻ്റെയും യോഹന്നാൻ്റെയും പേരിൽ സുവിശേഷങ്ങൾ എഴുതി എന്നതാണ്. അതിൻ്റെ ആ വാദത്തിന് അർത്ഥം മനസ്സിലാകുമല്ലോ. അതായത് ഈ 3 സുവിശേഷങ്ങളിലും യേശു കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, പാപമോചനം, നിത്യരക്ഷ, നിത്യജീവൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണെന്നുമുള്ള വ്യക്തമായ എഴുത്തുകളുണ്ട്. അതിനെ നിഷേധിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വളരെ സാഹസികമായ ഒരു ശ്രമമാണ് ഈ വാദം. രണ്ടാമത്തെ വാദം, പത്രോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെയോ പൗലൂസ് അപ്പോസ്തലൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച ക്രിസ്ത്യാനികൾ കാലങ്ങൾക്ക് ശേഷം പൗലൂസ് അപ്പോസ്തലൻ്റെ ഉപദേശങ്ങളെ തെളിയിക്കേണ്ടതിന് പത്രോസിൻ്റെ പേരിൽ 2 ലേഖനങ്ങൾ എഴുതി എന്നതാണ്. അതിൻ്റെ കാരണമുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പൗലൂസിൻ്റെ ലേഖനങ്ങളെ തിരുവെഴുത്തുകളായി, ദൈവത്തിൻ്റെ വചനമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനെ ഒന്ന് ഖണ്ഡിക്കാൻ വേണ്ടിയുള്ള
തൻ്റെ ഒരു ശ്രമമാണ് ഈ രണ്ടാമത്തെ വാദം. ഇനി മൂന്നാമത്തെ വാദം, ലൂക്കോസ് സുവിശേഷം എഴുതി, അപ്പോസ്തല പ്രവൃത്തികളും എഴുതി. എന്നാൽ അത് ശരിയായിട്ടുള്ള എഴുത്തല്ല. കുറച്ചൊക്കെ കള്ളത്തരങ്ങൾ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും യേശു കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം ഇവ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പാപമോചനവും നിത്യരക്ഷയും നിത്യജീവനുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ ഈ 3 വാദങ്ങളെ തെളിയിക്കുവാൻ വിശുദ്ധ ബൈബിളിലെ എഴുത്തുകാരെക്കുറിച്ചും ഓരോ പുസ്തകങ്ങൾ എഴുതിയ കാലത്തെക്കുറിച്ചും വിമർശനാത്മകമായി എഴുതിയിരിക്കുന്ന ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ചിലരുടെ എഴുത്തുകൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സഭാപിതാക്കന്മാർ, അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷമുള്ള സഭാപിതാക്കന്മാർ ഈ സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എഴുതിയതാണെന്നും പത്രോസിൻ്റെ ലേഖനങ്ങൾ പത്രോസ് എഴുതിയതാണെന്നുമുള്ള വ്യക്തമായ വാദങ്ങളെ, തെളിവുകളെ അദ്ദേഹം ബോധപൂർവം തിരസ്കരിച്ചിട്ടുമുണ്ട്. ഈ വിഷയ പഠനത്തിൽ മുഹമ്മദ് ഈസായെ ഞാൻ സത്യമായിട്ടും അഭിനന്ദിക്കുന്നു. താങ്കൾ വളരെ ശ്രദ്ധയേറിയ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. എത്ര നാളുകൾ താങ്കൾ ഇത് പഠിക്കാൻ വേണ്ടി ചിലവാക്കിയെന്ന് എനിക്കറിയത്തില്ല. താങ്കളുടെ ഈ അധ്വാനം അഭിനന്ദാർഹമാണ്. എന്നൊരു ചെറിയ കുഴപ്പമുണ്ട് ഈസ. അതായത് താങ്കളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പഠനമായിരുന്നു. സത്യം അറിയാൻ വേണ്ടിയുള്ള പഠനമായിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞുകൂട്ടിയ പല അബദ്ധങ്ങളും പറയത്തില്ലായിരുന്നു. അതായത് വൺ സൈഡിൽ താങ്കൾക്ക് എന്ത് തെളിയിക്കണമോ അത് തെളിയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു, അത് മനോഹരമാണ്. പക്ഷെ അവിടെ ഒരു മണ്ടത്തരമുണ്ട്, ധാരാളം മണ്ടത്തരങ്ങളുണ്ട്. സത്യത്തെ അറിയാൻ വേണ്ടി താങ്കൾ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ, വിഷയത്തെ കൃത്യമായി അവലോകനം ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ പറയത്തില്ലായിരുന്നു. ഇനി 1-2 വേറെ കാര്യം പറയാൻ വേണ്ടിയുണ്ട്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, മുഹമ്മദ് ഈസായും സകല ഇസ്ലാം സ്നേഹിതരും മുഹമ്മദ് നബി ഉൾപ്പെടെ പൗലൂസ് അപ്പോസ്തലനെ നന്നായി ഭയക്കുന്നുണ്ട്. അതിനൊന്നാമത്തെ കാരണം, അദ്ദേഹം കൊണ്ടുവന്ന, അദ്ദേഹം എഴുതി വെച്ച, ദൈവത്തിൽ നിന്നും പ്രാപിച്ച് രേഖപ്പെടുത്തിയ വേദശാസ്ത്രം, ഇസ്ലാം മത വേദശാസ്ത്രത്തെ, അതിൻ്റെ അടിത്തറ തന്നെ പൊളിച്ചു കളയുകയാണ്. ഇസ്ലാം മതത്തിൻ്റെ വേദശാസ്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെ, കർമ്മമാർഗത്തിലൂടെ, അവൻ ചെയ്യുന്ന ക്രിയകളിലൂടെ രക്ഷ പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക, സ്വർഗം പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം സ്ഥാപിച്ചത് കൃപയാലുള്ള രക്ഷയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക്, രക്ഷയ്ക്ക്, നിത്യജീവന് സകല കാര്യങ്ങളും പിതാവാം ദൈവം യേശുക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു, തീർത്തു കഴിഞ്ഞു. ഇനി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിശ്വാസത്താൽ പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്, നിത്യരക്ഷയുണ്ട് എന്നതാണ്. അപ്പോൾ പ്രവൃത്തി മാർഗത്തിൻ്റെ ഇസ്ലാം തിയോളജിയെ പൗലൂസ് അപ്പോസ്തലൻ്റെ കൃപയുടെ സുവിശേഷം പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഈ ഭയം നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ ഭയം, പൗലൂസ് അപ്പോസ്തലൻ്റെ തിയോളജി, വേദശാസ്ത്രം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്ക്. അദ്ദേഹം പറഞ്ഞ
ധാർമ്മിക ജീവിതമുണ്ട്. അത് അദ്ദേഹം പറക മാത്രമല്ല, തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഈസ, താങ്കളുടെ പ്രവാചകൻ ഉൾപ്പെടെ താങ്കളുടെ വിശ്വാസമാർഗത്തിൽ ആർക്കെങ്കിലും, ഒരു വ്യക്തിക്കെങ്കിലും പൗലോസ് അപ്പോസ്തലൻ കാഴ്ചവെച്ചിരിക്കുന്ന, അവതരിപ്പിച്ചിരിക്കുന്ന ധാർമ്മിക ജീവിതത്തിൻ്റെ നിലവാരമുണ്ടോ? ഇന്ന് വരെ ആർക്കെങ്കിലും അത് പിന്തുടരുവാൻ പറ്റിയിട്ടുണ്ടോ? പൗലോസ് അപ്പോസ്തലനെ പോലെ ജീവിച്ച ഒരു വിശുദ്ധനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇത് നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന വല്ലാത്ത ഒരു ഭയം തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ്റെ പിന്മാറ്റം എന്ന പേരിൽ ചില മണ്ടത്തരങ്ങൾ അവതരിപ്പിച്ച് ഈ ഭയത്തെ ഒന്ന് ലഘൂകരിക്കാൻ താങ്കൾ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈസായുടെ പ്രധാന വിഷയത്തിലേക്ക് മടങ്ങി വരാം. അതായത് പൗലോസ് അപ്പോസ്തലൻ്റെ പിന്മാറ്റം. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹം ജെറുസലേമിൽ വന്നപ്പോൾ ജെറുസലേം സഭയുടെ അപ്പോസ്തലന്മാരുടെ നിർദ്ദേശപ്രകാരം താൻ അതുവരെ പഠിപ്പിച്ച, പ്രസംഗിച്ച, എഴുതിയ സുവിശേഷങ്ങളും എഴുത്തുകളും എല്ലാം ത്യജിച്ച് അവരുടെ നിയോഗപ്രകാരം, ആജ്ഞപ്രകാരം ചോദ്യം ചെയ്യാതെ ന്യായപ്രമാണമെല്ലാം അനുസരിച്ചു എന്നതാണ്. മുഹമ്മദ് ഈസ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് സമയമില്ല, പറയാൻ പറ്റത്തതുമില്ല. അതുകൊണ്ടാണ് താങ്കളെ ഞാൻ നേരിട്ടുള്ള ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. താങ്കൾ നിശ്ചയമായിട്ടും വരണം. ഇവിടെ എന്താണ് സംഭവിച്ചത് അത് പറയും മുമ്പ്, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ഉപദേശം, ഡോക്ട്രീൻ സ്ഥാപിക്കുന്നതിന് ചില ക്രമങ്ങളുണ്ട്. ഒരു സംഭവത്തെ ആസ്പദമാക്കിയല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ സ്ഥാപിക്കുന്നതിന് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വിഷയത്തെക്കുറിച്ച് നേരിട്ട് അരുളി ചെയ്യണം. 2, സഭയുടെ അപ്പോസ്തലന്മാർ ആ കാര്യങ്ങൾ ആവർത്തിച്ച് പറയണം, പഠിപ്പിക്കണം. 3, ആദിമസഭ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. ആദിമസഭയുടെ പാരമ്പര്യത്തിൽ ഈ ഉപദേശങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ വളരെ അടിസ്ഥാനപരമായ 2-3 കാര്യങ്ങൾ ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഒരു ഉപദേശം സ്ഥിരമാകുകയുള്ളൂ. ഏതെങ്കിലും ഒരു സന്ദർഭത്തെ, ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി സഭയിൽ ഉപദേശം ഉണ്ടാക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇനി നമ്മുടെ ഇവിടുത്തെ പ്രധാന ഉപദേശം എന്താണ്? മുഹമ്മദ് ഈസ പറയാൻ ശ്രമിക്കുന്നത്, യെരുശലേമിലെ സഭ, അതായത് ക്രിസ്തു സഭ ന്യായപ്രമാണം എല്ലാം ആചരിച്ചു. എന്നാൽ പൗലൂസ് മാത്രമാണ് പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ രക്ഷ, നീതി, നിത്യജീവൻ ലഭ്യമാണ്. ഇനി അതിനുവേണ്ടി ന്യായപ്രമാണത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, വഴിപാടുകൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിനെ തെളിയിക്കുന്നത് ഈ ഒരു സന്ദർഭം വെച്ചുകൊണ്ടല്ലെന്ന് മുഹമ്മദ് ഈസ നന്നായി മനസ്സിലാക്കണം. ഒന്നാമത്തെ തെളിവ്, സ്വർഗത്തിലെ ദൈവം, ന്യായപ്രമാണം കൊടുത്ത ദൈവം, ന്യായപ്രമാണ കാലഘട്ടത്തിൽ ശുശ്രൂഷിച്ചിരുന്ന പ്രവാചകന്മാരിലൂടെ വിശുദ്ധ തിരുവെഴുത്തുകളിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ ന്യായപ്രമാണത്തെ ഞാൻ നീക്കം ചെയ്യും, ഒരു പുതിയ പ്രമാണം, ഒരു പുതിയ നിയമം ഞാൻ സ്ഥാപിക്കുമെന്ന് വ്യക്തമായി ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഈസ ഒന്നും കൂടെ വ്യക്തമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നാട്ടെ നമുക്ക് സംസാരിക്കാം.
രണ്ടാമത്, യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിന് അവസാനം വന്നു കഴിഞ്ഞു. മാത്രമല്ല, തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് അദ്ദേഹം പുതിയ നിയമം സ്ഥാപിച്ചു. ആ പുതിയ നിയമം സ്ഥാപിക്കുന്നത് തൻ്റെ രക്തത്തിലൂടെയും ശരീരത്തിലൂടെയുമാണെന്ന് വ്യക്തമാക്കി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, ആ പുതിയ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ്, ദ സൈൻ ഓഫ് ദ ന്യൂ കവനൻ്റ്, ഇന്ന് ക്രൈസ്തവ സഭ ഹോളി കമ്മ്യൂണിയൻ, തിരുവത്താഴം, കർത്തൃമേശ എന്ന പേരിൽ ഈ ശുശ്രൂഷ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ മേശയിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ വരുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, പഴയ ഉടമ്പടി അവസാനിച്ചു, യേശുക്രിസ്തു തൻ്റെ രക്തത്താലും ശരീരത്താലും ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ആ പുതിയ ഉടമ്പടിയുടെ അടയാളമാണ് ഈ പാനപാത്രവും ഈ അപ്പനുറുക്കും. ഇനി യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ എല്ലാവരും വളരെ വ്യക്തമായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് നിത്യരക്ഷയെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം തുടങ്ങി 15-ാം അധ്യായം വരെ ലൂക്കോസ് എഴുതി വച്ചിരിക്കുന്നത് പത്രോസ് തുടങ്ങിയുള്ള, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ബർന്നബാസിൻ്റെയും സ്തേഫാനോസിൻ്റെയും തുടങ്ങിയവരുടെ പ്രസംഗങ്ങളാണ്. ആ പ്രസംഗത്തിലെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിലൂടെ അല്ല രക്ഷ, കൃപയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം വഴിയാണ്. ഈ വിഷയം ആദ്യമുണ്ടായപ്പോൾ അന്ത്യോക്യ സഭയിൽ ചിലർ ചെന്ന് പരിച്ഛേദന ഏൽക്കണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പൗലൂസും ചില ആൾക്കാരും കൂടെ യെരുശലേമിൽ വന്ന് ആദ്യത്തെ സഭാ കൗൺസിലിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പത്രോസിൻ്റെ മറുപടിയുടെ ഒരു ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 15-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം, അത് ന്യായപ്രമാണമാണ്, ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. യെരുശലേമിലെ ക്രിസ്തു സഭ വിശ്വസിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ അല്ല രക്ഷ വരുന്നത്, പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ. യെരുശലേമിലെ സഭ വിശ്വസിച്ചത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്, കൃപയാലാണ് രക്ഷ പ്രാപിക്കുന്നത്, ന്യായപ്രമാണത്താലല്ല. അതുപോലാണ് ജാതികളും വിശ്വസിക്കുന്നത്. ഇതൊക്കെ തെളിയിക്കാനായിട്ട് താങ്കൾ വന്ന് എൻ്റെ കൂടെ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ മുഹമ്മദ് ഈസ. ഒളിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് വന്നാട്ടെ, നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിലേക്ക് വരും മുമ്പ് മറ്റ് യഹൂദന്മാരുമായി ചേർന്ന്, മതപുരോഹിതന്മാരുമായി ചേർന്ന് ക്രിസ്തു സഭ ഇത്ര മാരകമായി പീഡിപ്പിച്ചത്, അനേകരെ കൊന്നുകളഞ്ഞത്? ഈ ഒറ്റ കാരണമാണ്. സഭ പ്രസംഗിച്ചത് പാപമോചനത്തിന്, രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ വേണ്ട, യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, നിത്യരക്ഷ പ്രാപിക്കാം, നിത്യജീവൻ പ്രാപിക്കാം. ഈ പോയിന്റ് താങ്കൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആദിമസഭയുടെ അപ്പോസ്തലന്മാരുടെ നിയോഗപ്രകാരം, നിർദ്ദേശപ്രകാരം ആ ചില പ്രത്യേകമായ കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണം? ഇവിടെ മാത്രമല്ല പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തിലെ ചില ആചാരങ്ങൾ ചെയ്തത്.
അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ യഹൂദന്മാരെ വിചാരിച്ച് അദ്ദേഹം ജാതിയിൽ നിന്ന് വന്ന തിമോഥെയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു, ചേലാകർമ്മം കഴിപ്പിച്ചു. എന്താ കാരണം? നിങ്ങൾക്കാർക്കും യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൻ്റെ, അവരുടെ നിയമങ്ങളുടെ, അവർ ആചരിച്ചു വന്ന സമ്പ്രദായങ്ങളുടെ കാഠിന്യം അറിയത്തില്ല. നിങ്ങൾക്കാർക്ക് യഹൂദന്മാരുടെ മനഃശാസ്ത്രം അറിയത്തില്ല. സ്വർഗത്തിലെ ദൈവം അവർക്ക് നേരിട്ട് നൽകിയ ഈ കൽപ്പനകൾ, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, പിന്നത്തേതിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കൂട്ടം സമ്പ്രദായങ്ങൾ ലംഘിക്കുക അവർക്ക് അസാധ്യമാണ്. അതായത് അവർ കൃപയുടെ മാർഗത്തിൽ വന്നെങ്കിലും, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിലും, അവർ ചെയ്തു പോന്ന ചില ആചാരാനുഷ്ഠാനങ്ങൾ വേഗത്തിൽ മാറ്റിക്കളയുവാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ ചില ഉദാഹരണം പറയാം. ഞാൻ വന്നിരിക്കുന്നത് ഒരു പാരമ്പര്യ ക്രൈസ്തവ സഭയിൽ നിന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വെള്ളത്തിൽ സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ച കൃപയിൽ നിൽക്കുന്ന ഒരു മാർഗത്തിലാണ്. ഞങ്ങളുടെയൊക്കെ മാർഗത്തിലും ഞങ്ങൾ പാരമ്പര്യമായി ഉണ്ടാക്കിയെടുത്ത പരിചയിച്ചിരിക്കുന്ന പല ശീലങ്ങളുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം, വളരെ തമാശയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ വേഗം ഇങ്ങനെ കൈയടിക്കുന്നവരുണ്ട്. അതാണ് സാധാരണയുള്ള കൈയടി. എന്നാൽ ആരെങ്കിലും അവരെ മധ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ കൈയടിച്ചാൽ ആ വ്യക്തി അവർക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. എന്താ കാരണം? പാരമ്പര്യമായുള്ള ഞങ്ങളുടെ കൈയടി ഇത്തരത്തിലാണ്. നീ എവിടുന്ന് വന്നടാ എന്നൊരു നോട്ടം അവർക്കുള്ളത്. ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പാരമ്പര്യമായി ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ വെള്ളവസ്ത്രം ധരിക്കുന്നവരും ക്ലീൻ ഷേവ് ചെയ്യുന്നവരുമാണ്. അത് അവരുടെ ഇഷ്ടമാണ്. ഇനി ആരെങ്കിലും ക്ലീൻ ഷേവ് ചെയ്യാതെ വെള്ളവസ്ത്രമിടാതെ അവരുടെ കൂട്ടത്തിൽ വന്നിരുന്നാൽ അവരെ അന്യനായി കാണും. എന്താ കാരണം? ഇത് നിസ്സാര കാര്യമാണെങ്കിലും പാരമ്പര്യമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലത്തെ ആരെങ്കിലും ലംഘിച്ചാൽ അവനോട് കൂട്ടുകൂടുവാൻ കഴിയത്തില്ല. ഞാൻ ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. യുഗാണ്ടയിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവർ ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. ആ ഭക്ഷണത്തിന് അവർ ഉപ്പ് ചേർക്കത്തില്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ മരച്ചീനിപ്പൊടിയും റാഗിപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അവർ ഒരു ഉണ്ടയാക്കി കൊണ്ടുവരും. അതിന് ഉപ്പിടത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപ്പിടണം. ഞാനോ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടയാകത്തില്ല. അടുത്ത ദിവസം ഞാൻ ഉപ്പിട്ട് ഉണ്ടയാക്കി അവർക്ക് കൊടുത്തു. അയ്യോ, നല്ല രുചിയാണല്ലോ. പക്ഷെ അടുത്ത ദിവസം തുടങ്ങി ഇന്ന് വരെയും അവരത് ഉപ്പിട്ടുണ്ടാക്കിയിട്ടില്ല. കാര്യം എന്താ? പാരമ്പര്യമായി അവർ പിന്തുടരുന്ന ഒരു പാചക രീതിയാണ് ഇത് ഉപ്പിടാതെ ഉണ്ടാക്കണം, ഉപ്പിട്ടുണ്ടാക്കിയാൽ ഇതുപോലെ വരുത്തില്ല എന്നുള്ളത്. വിവരവും വിദ്യാഭ്യാസവുമുള്ള ചില എൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിനോട് ഇത് പറഞ്ഞിട്ട് പോലും അവർ ഗ്രഹിച്ചിട്ടും ഞാൻ ഉണ്ടാക്കിക്കൊടുത്ത ഭക്ഷണം രുചികരമായി കഴിച്ചിട്ടും അവർ തങ്ങളുടെ ശീലം മാറ്റിയില്ല. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. പാരമ്പര്യമായി തുടരുന്ന ശീലങ്ങൾ മാറ്റുവാൻ വലിയ പ്രയാസമാണ്. എന്നാൽ യഹൂദന്മാരുടെ വിഷയം അതല്ല. അത്രമാത്രമല്ല, സ്വർഗത്തിലെ ദൈവം നേരിട്ട് നൽകിയ നീതി പ്രാപിപ്പാൻ, നീതീകരണം പ്രാപിപ്പാൻ, വിശുദ്ധി പ്രാപിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ നൽകിയ കൽപ്പനകൾ, അതിനോട് ചേർന്ന് വരുന്ന ചില പ്രവൃത്തികളൊക്കെ മാറ്റിവെക്കാൻ വേഗത്തിൽ അവരെ കൊണ്ട് കഴിയത്തില്ല. ഇനി അവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. ഇവരാരും ന്യായപ്രമാണം അപ്പോൾ അനുസരിക്കുന്നത്, പരിച്ഛേദന കഴിക്കുന്നത്, നാസിർവ്രതം എടുക്കുന്നത് പാപമോചനത്തിനു വേണ്ടിയല്ല. നാസിർവ്രതം പാപമോചനത്തിനു വേണ്ടിയല്ല. മാത്രമല്ല, പൗലൂസ് അപ്പോസ്തലൻ പോലും 18-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ
തൻ്റെ തല ക്ഷൗരം ചെയ്യുന്ന ഒരു നേർച്ചയുണ്ടായിരുന്നു. അദ്ദേഹവും ആ നേർച്ച ചെയ്തിട്ടുണ്ട്, തല ക്ഷൗരം ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള നേർച്ചകളൊക്കെ പാപമോചനത്തിന് വേണ്ടിയല്ല, ദൈവത്തോടുള്ള അവരുടെ നന്ദി പ്രകാശനമാണ്. ദൈവം അവരെ വിടുവിച്ചതിൽ, അനുഗ്രഹിച്ചതിൽ ദൈവത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, പാപമോചനത്തിനു വേണ്ടിയല്ല. ആദിമസഭ ന്യായപ്രമാണത്തിലെ പല ആചാരങ്ങളും പിന്തുടർന്നു. അത് വേഗത്തിൽ അവർക്ക് മാറ്റുവാൻ കഴിയത്തില്ല. അവരൊരു ട്രാൻസിസ്റ്റ് പീരീഡിലാണ്. എന്താ സഭ പറയുന്നത്? ഒരു പ്രവൃത്തിയും വേണ്ട, ഒരു കർമ്മങ്ങളും വേണ്ട, ഒരാചാരവും വേണ്ട. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ, മരണ അടക്ക പുനരുത്ഥാനത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. വിശ്വാസത്താൽ പാപമോചനം, രക്ഷ, നീതി, നിത്യജീവൻ ഇതെല്ലാം ലഭ്യമാണ്. ഈ ശക്തമായ ന്യായപ്രമാണത്തിൻ്റെ കർമ്മമാർഗത്തിൽ നിന്നും ആചാരാനുഷ്ഠാനത്തിൽ നിന്നും ഒരു പ്രവർത്തികളുമില്ലാത്ത തികച്ചും കൃപയുടെ വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ വിശ്വസിച്ചു. പാപമോചനം, രക്ഷ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൂടെയാണ്. പക്ഷേ ഈ പ്രവൃത്തി മാർഗങ്ങൾ അവർക്ക് വേഗത്തിൽ വിടാൻ കഴിഞ്ഞില്ല എന്നത് സത്യമായ ഒരു കാര്യമാണ്. ഞങ്ങളാരും അതിനെ എതിർക്കുന്നില്ല. എന്നാൽ ഓരപ്പോസ്തലന്മാർ പോലും ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഈ ആചാരങ്ങൾ ചെയ്തത് പാപമോചനത്തിന് വേണ്ടിയാണെന്ന്, രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന്. എൻ്റെ പ്രിയ മുഹമ്മദ് ഈസ, ഇതൊക്കെ വ്യക്തമായി സംസാരിക്കണമെങ്കിൽ നമുക്ക് ധാരാളം സമയങ്ങൾ വേണം. ഓരോ വേദഭാഗങ്ങളെടുത്ത് കൃത്യമായി ഞാൻ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാം. താങ്കൾ വരണം. ഇതിനെക്കുറിച്ച് ഇനി അധികം പറയേണ്ട ആവശ്യമില്ല. താങ്കൾ മുഖാമുഖമായി വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ധാരാളമായി സംസാരിക്കാം. എൻ്റെ കേൾവിക്കാർക്ക് ചോദ്യങ്ങളുണ്ടാകും. ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിച്ചാട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാം. താങ്ക് യു. God bless you all.